അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ തിരു ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട്, അഫ്ശുസ്സലാമ ബൈനക്കും. ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, ഒരു മുഅ്മിനായ വ്യക്തി മറ്റൊരു മുഅ്മിനിനെ കണ്ടുമുട്ടുമ്പോൾ ആദ്യം പറയേണ്ടത് സലാമാണ്. അങ്ങനെ ആ സംസാരത്തിൻ്റെ അവസാനത്തിലും ആ സലാം കൊണ്ട് തന്നെ അവസാനിപ്പിക്കുക. അത് വളരെ പുണ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടല്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസിലൂടെ നമുക്ക് പറഞ്ഞു നൽകിയത് അഫ്ശുസ്സലാമ ബൈനക്കും. ഒരിക്കൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു വഴിയോരത്തോട് ഇങ്ങനെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളൊന്നും മിണ്ടാത്തത്? എന്താ നിങ്ങളൊന്നും പറയാത്തത്? അപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ നിന്നുമാണ് വരുന്നത്. അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, സലാം പറയുന്ന ആൾക്ക്, ആദ്യം സലാം പറയുന്ന ആൾക്ക് സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഒരു മണിമാളിക പണിയുമെന്ന്. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പുഞ്ചിരിച്ചു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങൾ ആദ്യം സലാം പറയുന്നത് കാത്തു നിൽക്കുകയായിരുന്നു എന്ന്. ഇതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്, സലാം പറയുക എന്നുള്ളത് വളരെ പവിത്രതയുള്ള കാര്യമാണ്. അല്ലാഹു തആല അത്തരക്കാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.